ഇത് 240 സെന്റിമീറ്റർ വലിപ്പമുള്ളതല്ലേ. ഇത് രണ്ടും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ലൈറ്റിന്റെ ഇത് വരുമ്പോൾ അറിയാൻ പറ്റും. ടീക്ക് ഡോർ വരുമ്പോഴത്തേക്ക് എത്ര തൊട്ടൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട്? ഇതും ടീക്ക് തന്നെയാണോ? ഒറിജിനൽ ടീക്ക്. ഡബിൾ ഡോറിന്റെ റേറ്റ് എത്ര തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും? എല്ലാ ഡോറും നമ്മൾക്ക് ഡബിൾ ആക്കാം. ആനയെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആ ഒരു കളറുണ്ട്. 200ഓളം ഡിസൈൻസ് നമ്മൾ പൂജയ്ക്ക് ഇതിന് നമ്മൾ 10 years ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഒരു 18,000. നമസ്കാരം. നമ്മളൊരു വീട് വയ്ക്കുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ ഡോറുകൾ. അത് മെയിൻ ഡോറായിട്ടുള്ള, അതായത് ഏറ്റവും മുന്നിലത്തെ ഡോറുണ്ട്, അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഉപയോഗിക്കുന്ന ഡോറുകളുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഡോറുകളെ കുറിച്ചുള്ള വീഡിയോ ആയിട്ടുള്ളൂ. ചെയ്തത് തന്നെ സ്റ്റീൽ ഡോറിനെ കുറിച്ചാണ്. അതിൻ്റെ ഫോളോ അപ്പും ചെയ്തിട്ടുണ്ട്. അതേസമയം വുഡൻ ഡോറുകളെ കുറിച്ചുള്ളൊരു വീഡിയോ ഇതുവരെ നമ്മുടെ ചാനലിൽ വന്നിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഡോർ മാനുഫാക്ചേഴ്സാണ് ആര്യഭംഗി ഡോർസ്. ആര്യഭംഗി ഡോർസ് ഇത് എറണാകുളത്താണ്. ഹാൻഡ് കർവ് ഡോർസ് എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ആര്യഭംഗി ഡോറിനെ കുറിച്ചാണ്. അവരുടെ ഷോറൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് ഡെല്ലാ മാഡം ഉണ്ട്. മാഡം നമസ്കാരം. നമസ്കാരം. ഡെല്ലാ മാഡത്തെക്കുറിച്ച് പറയാനുണ്ട്. ഈ പ്രസ്ഥാനത്തിൽ എത്ര വർഷം? 30 years ആയി. 30 വർഷം. ആര്യഭംഗിയോടൊത്ത്. ആര്യഭംഗി എത്ര വർഷമായി? 52 years കഴിഞ്ഞു. 52 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു ഫോമാണ്. അതെ. ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു, ഇന്ത്യയിലെ നമ്പർ 1 ഫോമാണ്. അതെ. ഹാൻഡ് കർവ്ഡ് ഡോസിൽ, വുഡൻ ഡോസിൽ. അതാണ് നമ്മൾ വരാനും കൂടെ കാര്യം. ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു, അല്ലേ? മേഡം, ഇതിപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു കണ്ടംപററി ഡിസൈൻസ് ആണ്. തീർച്ചയായിട്ടും. നമ്മളിപ്പം വരുന്ന വീടുകളൊക്കെ അങ്ങനെയാണല്ലോ, അല്ലേ? ഒന്ന് പറഞ്ഞാട്ടെ. ഇപ്പോഴത്തെ മോഡേൺ ഹൗസിന് അല്ലെ കണ്ടംപററി ഹൗസിന് മാച്ച് ചെയ്യുന്ന വിധം ചെയ്യാൻ പറ്റിയ ഡോസുകളാണ് ഈ ഡിസ്പ്ലേ കംപ്ലീറ്റ് ഇരിക്കുന്നത്. ഈ ഫുൾ ഇട്ടിരിക്കുന്നത്, അല്ലേ? അതെ. സൈസ് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്യുവാണ്. നമ്മൾക്കൊരു സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറഞ്ഞില്ല. എന്താണോ നമ്മുടെ ആർക്കിടെക്റ്റ്, എഞ്ചിനീയർ വിചാരിക്കുന്നത് വെച്ചാൽ ആ ഒരു മോഡ് ഓഫ് കൺസ്ട്രക്ഷന് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഡോർസുകൾ, ആ ഡിസൈൻസുമാണ് കൊടുക്കുന്നത് അഗെയിൻസ്റ്റ് ദ സൈസസ്. അതാണ് നമ്മൾ ഏറ്റവും ഇതായിട്ട് ചെയ്യുന്നത് വെച്ചാൽ കസ്റ്റമൈസ് ചെയ്യുക. ടൈലർ മെയ്ഡ് ഫുള്ള് കസ്റ്റമൈസേഷൻ തന്നെയാണ്. ഫുൾ കസ്റ്റമൈസേഷൻ. അപ്പം 1 ഇഞ്ച് വ്യത്യാസം ഇല്ലാതെ, അല്ലെ 1 mm വ്യത്യാസം ഇല്ലാതെ നമ്മൾ എന്താണോ സൈസ് തരുന്ന ആ സൈസിന് നമ്മൾ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഈ ഒരു സൈസ് അല്ല ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് 240 സെന്റിമീറ്റർ വലിപ്പമുള്ളതല്ലേ? അതെ. അതെ. ഇനി ഇപ്പം പലരും കാണുമ്പോൾ ചോദിക്കുക, പള്ളിയുടെ ആനവാതിൽ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലുതാണ്. അതെ. അങ്ങനെയുള്ളത് നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? പിന്നെ എന്താ, എല്ലാം നമുക്ക് ചെയ്യാം. നമ്മൾക്ക് ഏത് സൈസാണോ നമ്മുടെ റിക്വയർമെന്റ് അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പം ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് ഇതൊക്കെ ഏത് മരം ഏതാണ്? ഇത് ടീക്കാണ്. ടീക്കിലാണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ടീക്ക് ഡോസിലാണ്. പിന്നെ അതുപോലെ മറ്റൊരു ഡിസൈനാണിത്. ഇതിൽ ഞാൻ പെട്ടെന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, ഞങ്ങൾ കൈ ഓടിക്കുമ്പോഴത്തേക്ക് അത്ര സ്മൂത്താണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 80 to 320 മൈക്രോബ് സാൻഡിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പം ഈ സർഫസ് ഫിനിഷിങ് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. അതിന് ഞാനൊരു പാനൽ കാണിച്ചു തരാം. അത് നമുക്ക് റോ ഫിനിഷിൽ എന്താണ് അതിൻ്റെ ആ ഒരു വ്യത്യാസം എന്നുള്ളത്. ഇതാണല്ലേ? ഇത് സാധാരണ തടിയാണ്. ഇതാണ് നമ്മുടെ ഈ കാണുന്ന വുഡ് ഇതുപോലെയാണ് റോ ഫിനിഷിലിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ സ്മൂത്ത് ഇത് കണ്ടോ, അത് സ്മൂത്തനിങ് വന്നിരിക്കുന്നത് 80 to 320 മൈക്രോബ്സിൽ സാൻഡ് ചെയ്യുന്നതുകൊണ്ടിട്ടാണ്. ഇതും തമ്മിൽ നോക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു റിഫ്ലക്ഷൻ നമുക്കിതിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ രണ്ടും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ലൈറ്റിൻ്റെ ഇത് വരുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ഒരു ഫിനിഷ്, ഇതിൻ്റെ തമ്മിലുള്ളൊരു ഫിനിഷ്, അല്ലേ? ഇതും ഒരു മോഡേൺ ഹൗസിന് പറ്റിയൊരു ഒരു റസ്റ്റിക് ഫിനിഷ്, മെറ്റൽ ഫിനിഷ് കൊടുത്തിരിക്കുന്നല്ലേ? കോപ്പർ ആന്റിക് ഫിനിഷ് എന്ന് പറയും. ഇൻസ്റ്റെഡ് ഓഫ് ഈ ഒരു ഫിനിഷിന് വരെ നമുക്ക് സിൽവർ ചെയ്യാം, ഗോൾഡൻ ചെയ്യാം. അങ്ങനെ വ്യത്യസ്തമായ ഫിനിഷ് കൊണ്ടിട്ട് നമുക്കിത് ഗ്രാൻഡ് ആക്കാം. എന്ത് വേണം നമുക്ക് ചെയ്തെടുക്കാം, വേണമെങ്കിലും. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഹാൻഡ് കർവിംഗ് എന്ന് പറഞ്ഞു, ഇപ്പോൾ മെഷീനിൽ ഒരുപാട് ഇത് രണ്ടും മിക്സിംഗ് ആണോ ചെയ്യുക? എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു 50% നമ്മൾക്ക് ഹാൻഡ് വരും, 50% മെഷീനും വരും. രണ്ടോടൊന്ന് വ്യക്തമാക്കാവോ? എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മോൾഡിങ്സ്, ഇതുപോലുള്ള ഏരിയ, ഇത് ഗ്രൂയിങ്സ്, മോൾഡിങ്സ് ഒക്കെ ഇതൊക്കെ നമ്മൾ മെഷീൻ ചെയ്യും. പിന്നെ ഫൈൻ സാൻഡിങ് നമ്മൾ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവലൊക്കെ ബൈ മെഷീൻ പ്ലെയിനിങ് ആ ഇതിലൊക്കെ പോകും.
പിന്നെ ബൈ ഹാൻഡ് നമ്മൾ ചെയ്ത് ഓക്കെ അത് ഫൈനാക്കും. യെസ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ഫ്രണ്ട് ഡോറുകളല്ലേ? അതെ അതെ. ഇത് അടുത്തൊരു ഡിസൈനാണ്. ഇതും ടീക്ക് തന്നെയല്ലേ വരിക? ടീക്ക് തന്നെ. ഇത് കണ്ടോ, ആ ഗ്രെയിൻസ് ഒക്കെ അത്രയും സർഫസ് ഫിനിഷിങ് കൊടുത്തോണ്ട് മാത്രമാണ് ഇത്രയും ഗ്രെയിൻസ് വിസിബിൾ ആവുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം ഹിഡനായി അകത്ത് കിടക്കും പെട്ടെന്ന് കാണുമ്പോഴേ. അതാണ് ആര്യഭംഗിയുടെ ഒരു നമ്പർ 1 പ്രത്യേകത എന്ന് പറയുന്നത്, ഫിനിഷിങ്. അതുപോലെ ഫിനിഷ് ചെയ്തിടുന്നു. അത്രയും ടൈം എടുക്കും. എത്ര സമയം എടുക്കും? എനിക്കൊരു ഡോർ വേണം, ഒരു ഡോർ എനിക്ക് വേണം. എത്ര ദിവസം കൊണ്ട് നമ്മൾ 45 to 60 ഡേയ്സിലാണ് ടൈം എടുക്കും അല്ലേ ഒരു ഡോർ കംപ്ലീറ്റ് ചെയ്ത്? അത്ര സമയം അതെന്ന് വെച്ചാൽ ഓരോ പ്രൊസീജിയറും 1 by 1 ആയിട്ടാണ് ചെയ്യണത്. ഇപ്പം നമ്മൾക്കറിയാം, ഈ ലോക്സ് എടുത്തു, നമ്മൾ ഓപ്ഷൻ വഴിയാണ് ലോക്സ് എടുക്കുന്ന ലോക്സ് സ്ലൈസ് ചെയ്ത് ബ്ലോക്സ് ആൻഡ് പാനൽസ് ആക്കി അത് നമ്മൾ സീസണിങ് ചേമ്പറിലിടും. ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ടർ കണ്ടന്റ് നല്ലപോലെ എക്സ്ട്രാക്ട് ചെയ്യും. ഏകദേശം ഒരു 30 to 40% വാട്ടർ കണ്ടന്റ് യൂഷ്വലി നമ്മുടെ തടിക്ക്, ഏത് തടിയാണെങ്കിലും, ടീക്ക് തന്നെയല്ല, എല്ലാ തടിയിലും ഉണ്ട്. നമ്മുടെ ബോഡിയിലെ പോലെ തന്നെ വാട്ടർ കണ്ടന്റ് എല്ലാ തടികളിലും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് 24 ഡേയ്സിൻ്റെ പ്രൊസീജിയറാണ്. അത് ചെയ്ത ശേഷമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റ് വേരിയേഷൻ വരുമ്പോൾ ചുരുങ്ങുക, ചേർക്കുക, അടയാൻ പ്രശ്നം, തുറയാൻ പ്രശ്നം, അത്ര ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അതിനൊക്കെ നമ്മൾ 25 years വാറണ്ടി കൊടുക്കും. 25 years വാറണ്ടി കൊടുക്കുന്നുണ്ട്? അതെ, തടി ഡോറിന് തീർച്ചയായിട്ടും. അത് ഫോർ ദ മാനുഫാക്ചറിങ് ഡിഫക്ട്സ്. ഇതും അതുപോലെ ഒരു ഫ്രണ്ട് ഡോറല്ലേ കൊടുത്തിരിക്കണേ? ഇതിനൊരു പേരുണ്ടോ? ഇത് നമുക്കിപ്പം ഐദർ സൈഡ് വിൻഡോ വരുന്നുണ്ട്. അതെ, ഇതിന്റെ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി നമ്മളൊരു ഹാഫ് പോർഷൻ കാവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചില ആൾക്കാർ പറയും ഇത് ഇത്രത്തോളം ചെയ്യാൻ പറയും. അപ്പം അവരുടെ ഇതനുസരിച്ച് നമ്മളത് എക്സ്റ്റെൻസീവ് ആയിട്ട് ചെയ്തു കൊടുക്കും. അത് മാതാവ് ഇപ്പം അതുപോലെ ഏത് ഫിഗറും, ഇപ്പം തിരുപ്പതി വേണോ തിരുപ്പതി, ഏത് ഫിഗറും നമ്മൾക്ക് ചെയ്യാം. തീർച്ചയായിട്ടും സാറിനെ ഇവിടെ ചെയ്യും നമ്മള്, ഒരു ഡൗട്ടും വേണ്ട. ഞാനൊരു തമാശയായിട്ട് ചോദിച്ചിട്ടുള്ളത്. നോ ഡൗട്ട്. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പൊ ബെഡ്റൂംസിനെ സ്വയം ഇപ്പം സെൽഫി പോലെ ഫിഗർ വർക്ക്സ് ചെയ്തിട്ട് അത് ചെയ്തു പോകുന്നുണ്ടല്ലേ? ഇതിപ്പോൾ ഞാൻ ചോദിച്ചോളൂ, ഒരു ഇപ്പോൾ ഇവിടെ ഈ വന്നിരിക്കുന്ന എല്ലാം ടീക്ക് ഡോറുകളല്ലേ? അതെ, ഈ വെച്ചിരിക്കുന്നത് ടീ കാറ്റഗറിയിൽ. നമുക്കിതിൽ ഒരു പ്രീമിയം സെഗ്മെന്റ് ആണെന്ന് എനിക്കറിയാം. ഈ ടീക്ക് ഡോർ വരുമ്പോഴത്തേക്ക് എത്ര തൊട്ടൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട്? സ്റ്റാർട്ടിംഗ് തന്നെ നമുക്ക് ടീക്കിന് 60,000 വരും സ്റ്റാർട്ടിംഗ്. നമുക്ക് അറിയാമല്ലോ എക്സ്പെൻസീവ്. പിന്നെ ഇത് ബൈ ഹാൻഡാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് എന്ന് വെച്ചാൽ വർക്ക് പെർഫെക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ലേബർ, പിന്നെ തടി തന്നെ നമുക്കറിയാമല്ലോ എക്സ്പെൻസീവ് ആണ്. അപ്പം അതനുസരിച്ചുള്ള, പിന്നെ മാത്രമല്ല അതിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. 25 വർഷം ഗ്യാരണ്ടിയും കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഒരു സിംഗിൾ ഡോർസാണ്. ഇത് ഡബിൾ ഡോറാണല്ലേ? അതെ, ഡബിൾ ഡോർ. ഇനി ഈ പ്രൈസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്. ഇത് ഫുള്ള് കസ്റ്റമൈസേഷൻ ആണ് ആക്ച്വലി. അതെ. അപ്പോൾ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച്, അവരുടെ ഇഷ്ടം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുന്ന ഓരോ ആൾക്കാരും റേറ്റ് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് സ്റ്റാർട്ടിങ് മാത്രം ഞാൻ പറയുന്നത്. ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് ടീക്വുഡ് നല്ല തിക്നെസ്സിൽ വെച്ചാൽ എബൌട്ട് ഈ പാനലിന് എബവ് 30 mm തിക്നെസ് കാണും. അതിൽ കാർവ് ചെയ്തിരിക്കുവാണ് സിംഗിൾ പാനൽ. അപ്പം അതുകൊണ്ടാണ് ഇത്രയും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, നോക്കി ഈ ഔട്ടർ ഫ്രെയിമേക്കാളും ഈ കാർവിങ് വല്ലാണ്ട് പ്രൊജക്റ്റ് ചെയ്ത് അത്രയും വേസ്റ്റേജ് ഉണ്ട് ഇതിന്. പിന്നെ അതിനെ ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട് ഒരു സൂത്രപ്പടി. പിന്നെ അതിൻ്റെ പുറകിലൊരു ഇതും കൂടിയുണ്ട്. നമ്മൾക്ക് ടങ് ഗ്രൂയിങ് ആണ് യൂഷ്വലി 2 പാളിക്ക് നമ്മൾ ആ ചേർപ്പ് കറക്റ്റായിരിക്കും, ടങ് ആൻഡ് ഗ്രൂ. അതിന് പകരം നമ്മളിത് ഈ സൂത്രപ്പടി വെച്ചിട്ട് അത് കവർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ലോക്സ് ഒക്കെ ഇന്റേണൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതും ഡബിൾ ഡോറാണ്, സൂത്രപ്പടി വന്നിട്ടുണ്ട്. ഇതിന് പറയുന്ന പേര് സൂത്രപ്പടി. പിന്നെ സൂത്രപ്പട്ടിക പറയും ചില ഏരിയയിൽ, സൂത്രപ്പട്ടിക സെയിം തന്നെ. ഡബിൾ ഡോറിന്റെ റേറ്റ് എത്ര തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും? ഡബിൾ ഡോർ സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് ഒരു 75,000 ഓൺവേർഡ്സ് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലേ? അതെ, എല്ലാ ഡോറും നമ്മൾക്ക് ഡബിൾ ആക്കാം. നമ്മൾ അതുകൊണ്ട് അധികം ഡോസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാത്ത, പക്ഷേ എല്ലാ ഡോറും നമ്മൾക്ക് ഡബിൾ ആക്കാം. ഇതൊക്കെ നമുക്ക് ഡബിൾ ആക്കി എടുക്കാം. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ നല്ല തിക്നെസ് എടുത്തിട്ട് കാർവ് ചെയ്ത് പോയിരിക്കുവാണ്. ഇത് ബ്രാസ് ആണ്, സോളിഡ് ബ്രാസ്. അതും നല്ല ക്വാളിറ്റി ബ്രാസ് ആണ്, പെട്ടെന്നൊന്നും ഓക്സിഡേഷൻ നടക്കില്ല. നല്ല, പിന്നെ അതിനെ നമ്മൾ PU
കോട്ടും കൂടെ കൊടുത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു 5 വർഷം വരെ ഇതിലൊന്നും ചെയ്യണം, ഒന്നും പ്രശ്നമില്ല, ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ പിന്നെ ഒരു മന്ത്ലി വൺസ് ഒക്കെ ഈ സോൾട്ടി ഹാൻഡൊക്കെ വെച്ചിട്ട് നമ്മൾ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ക്ലീൻ ക്ലോത്ത് വെച്ചിട്ടൊന്ന് തൂത്ത് കൊടുക്കുക, അത്ര മതി. നമ്മൾക്ക് ഈ ഒരു ബ്യൂട്ടി, ഒരു തടി വേറെ ഒരു തടി എടുത്താലും ഈ കാവിങ്സ് ഇതൊക്കെ പെർഫെക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ടീക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ടീക്കിൽ എന്ന് പറയുമ്പോൾ ബാക്കി ഒരു പക്ഷേ പലരും ചിന്തിച്ചേക്കാം, ടീക്ക് അല്ലാത്ത തടികൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ അതിലും നല്ല കോസ്റ്റ് ഡിഫറൻസ് കാണും, വ്യത്യാസം. നമ്മൾ മഹാഗണിയിൽ ചെയ്യുന്നുണ്ട്, ഇപ്പം ടീക്കിനേക്കാൾ അതിന് ഏകദേശം ഒരു 20% വ്യത്യാസം കുറയും. മഹാഗണി വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു കാര്യമാണ് നിങ്ങൾ എടുക്കുന്നത്, കാതലുള്ള റേഡിയസ് ഉള്ള മഹാഗണി ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ആ കോസ്റ്റ് അത്രയും കുറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പിന്നെയും കുറച്ച് കൊടുക്കാൻ പറ്റും, ഇല്ലേ മഹാഗണിയാവും. മഹാഗണിയാവും അല്ലേ? ഓക്കെ. ഇത് നമ്മളപ്പോഴേ ആ കണ്ടംപററി ആ റസ്റ്റിക് ഫിനിഷ് കൊടുത്തിരിക്കുന്നതിൻ്റെ തന്നെ ഒരു വുഡ് ഫിനിഷിൽ വന്നിരിക്കുന്നതാണല്ലേ ഈ ഒരു ഏരിയയിൽ വന്നിരിക്കുന്നത്. ഇത് പൂജ ഡോറാണോ? അല്ല, ഇതും മെയിൻ ഡോറാണ്. അപ്പം ചില ആൾക്കാർക്ക് നമ്മുടെ വിനായകൻ പുറത്തിരുന്ന് കഴിഞ്ഞാൽ അത് പ്രോബ്ലം സോൾവർ ആണ്. അപ്പം ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് താല്പര്യപ്രകാരം നമ്മളതും ചെയ്തിരിക്കും. അത് ഏത് ഇത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്തെടുക്കാം. ഇങ്ങോട്ടേക്ക് റൈസ് ചെയ്യണം, ഓക്കെ, അതിലെ ഇവിടെയൊക്കെ വരുത്താം, എന്ത് ഇതൊക്കെ ചെയ്യാം, ഒഴിവാക്കാം, എന്തും ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് വ്യത്യാസമായിട്ട് ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഗ്ലോസി ഫിനിഷ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇത് പഴയ നമ്മൾക്ക് ഇപ്പോൾ ഒരു റിനോവേഷൻ അല്ലെങ്കിൽ നമുക്കൊന്ന് ഇത് ക്ലാസിക്കൽ പഴയ രീതിയിലുള്ള വലിയ ഇതായിട്ടുള്ള വീടുകൾക്കൊക്കെ റിനോവേഷൻ വർക്കിനൊക്കെ നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലെയിൻ ഡോസ്. പ്ലെയിൻ ഡോസ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നു അല്ലേ? 8 പാനൽ ഡോറ്, അതിലും ഒരു സിംബോളിക് ഗണേഷ് വെച്ചിട്ടുണ്ട്, അതും ഹിഡൻ ആയിട്ട് അവിടെ ഇരുന്നോളൂ. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതിലേക്ക് വരുമ്പോഴത്തേക്കും കുറേ കൂടെ ഓരോ ഡോസിലോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വെയിറ്റ് നമുക്ക് കാഴ്ചയിൽ ഫീൽ ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് കാഴ്ചയിൽ തന്നെ അതിൻ്റെ ഒരു വെയിറ്റും അതിൻ്റെ ഒരു കാതൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് എന്താണ്, ഇതിന് പ്രത്യേകിച്ച് ഒരു പേരോ അങ്ങനെ എന്തെങ്കിലും പറയാം? നെപ്റ്റ്യൂൺ പ്രീമിയം ഡിസൈനിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. നല്ല തിക്നെസ്സിലാണ് ഈ വുഡ് കാവിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. നല്ല വേസ്റ്റേജ് വരും, അതുപോലെ തന്നെ ഹൈലി സെക്യൂർഡ്, എല്ലാം തന്നെ സെക്യൂർഡ് ഡോറാണ്. ബട്ട് ഇത് കുറേ കൂടെ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം ഒരാൾക്ക് തനിച്ചിത് പൊക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായും. അപ്പം അങ്ങനെ തന്നെ വന്നിരിക്കുന്നത്. ഇനി അടുത്ത ഡോറ്, ഞാനിവിടെ കയറി വന്നപ്പോഴേ ഫസ്റ്റ് ഞാൻ അകത്തോട്ട് കയറുന്ന സമയത്ത് തന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു ഡോറാണിത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ വൈറ്റ് കളർ, പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഈ ആനത്തല. ഇതിൽ ഇതെങ്ങനെ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഗ്ലോസിനെസ് ഞാൻ ചോദിക്കണേ. ഈ ഗ്ലോസിനെസ് നമ്മളിപ്പം ഗ്ലോസി ഫിനിഷ്, ഇപ്പം ഇവിടെ കണ്ടത് ഒട്ടുമിക്കതും നമ്മൾ മാറ്റാണ്. അതെ. അപ്പം ഇതെങ്ങനെ ഗ്ലോസ് ചെയ്യുമ്പോഴാണ് ഈ ഷൈനിങ് നമ്മൾക്ക് കിട്ടുന്നത്. പക്ഷേ ഇത് നമ്മൾക്ക് നിർബന്ധമില്ല, ഇത് മാറ്റിലേക്ക് പോകണമെങ്കിൽ കുറേ കൂടി ക്ലാരിറ്റി കിട്ടും. ഈ ഫിഗറിനെ കുറേ കൂടെ നമുക്ക് എല്ലാം കണ്ണും ഇതും എല്ലാം കുറേ കൂടെ ഹൈലൈറ്റ് ആവും. അതായത് ആനയെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആ ഒരു കളർ നിലനിർത്തിക്കൊണ്ടല്ലേ നമുക്ക് പിന്നെ കാണിക്കണമല്ലോ, നമ്മൾക്ക് ആ ഒരു ഫിനിഷും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില റിമോട്ട് ഏരിയാസിലൊക്കെ അവർക്ക് ഇതൊരു പോളിഷ് ചെയ്യാത്ത ഒരു ഫീലായിട്ട് തോന്നും, റോ ആയിട്ട് മാറ്റ് തോന്നും. തീർച്ചയായും. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ ഇതും ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇതിനകത്തൊരു ചെറിയൊരു ചോദ്യം എന്നല്ല, ഒരു സംശയം ചോദിക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് തടിയുണ്ട്, ഞാനത് നിങ്ങൾക്ക് തരാൻ തയ്യാറുമാണ്. അത് വെച്ച് നിങ്ങൾ ചെയ്യുമോ? തീർച്ചയായും. അപ്പം നമ്മൾ അതിൻ്റെ വാട്ടർ കണ്ടന്റ് ചെക്ക് ചെയ്യും. അപ്പം ഞങ്ങളിപ്പോൾ സപ്പോസ് ഈ ഡോർ എടുത്തു, ഈ ഡോറിനുള്ള തടി ഇത്രയാവും എന്നുള്ളത് നിങ്ങളെ ഇൻഫോം ചെയ്യും. അപ്പോൾ അത് ലോഗായിട്ട് തരരുത് ഒരിക്കലും. അത് സ്ലൈസ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് പേർപ്പസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വേണം ട്രാൻസ്പോർട്ട് വരാൻ. എന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെൻറ് ഓപ്ഷനിൽ കൂടി പ്രൊക്യൂർ ചെയ്യുന്ന തടിയാണ്. അപ്പം നമ്മളത് കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഫാക്ടറി കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമ്മൾ ചെയ്തു തരും. ഇനി മേഡം, ഇതിലിപ്പോൾ നമുക്കിനിയുള്ളത് പൂജാ ഡോർസാണ്. അതെ, ഇതൊക്കെ പൂജാ ഡോർസിൽ വരുന്നതാണല്ലേ? അതെ. ഓക്കെ. ഇതിപ്പോൾ നമ്മൾക്ക് ദശാവതാരം, 10 അവതാരങ്ങളെ കാർവ് ചെയ്തിരിക്കുകയല്ലേ. ഇത് സ്പെഷ്യൽ ഡോസാണ് പൂജാ പർപ്പസിന്. അത് പ്രത്യേക ആൾക്കാർ ചോദിക്കുന്നതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുകയുള്ളൂ. ദശാവതാരങ്ങൾ മുഴുവനുണ്ട്. ഇത് വന്നിട്ട് അഷ്ടഗണപതി.
8 ഫോഴ്സസ്. അപ്പോൾ അതിൽ ഓരോ ഫോഴ്സും കറക്റ്റായിട്ടൊക്കെ കാവ് ചെയ്ത് ഇത് ടീക്ക് തന്നെയാണ്. ഇതിൽ റോസ്വുഡ് ഫിനിഷ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നു. ഇത് വന്നിട്ട് ഗോൾഡൻ ആൻറ്റിക് ഫിനിഷ് എന്ന് വെച്ചാൽ ഒരു മെറ്റാലിക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഫിനിഷ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് വേണ്ടത് എന്താണോ നമ്മൾ പറയുന്ന കണക്ക് എന്ന് വെച്ചാൽ ക്ലയൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് മാത്രമേ കളർ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് അഷ്ടലക്ഷ്മി ഡോറാണ്. ഇതിൽ വന്നിട്ട് സൂത്രപ്പടി വരുന്നുണ്ട്, പിന്നെ 8 ലക്ഷ്മിയുടെ ഫോഴ്സസ്, പിന്നെ ഇതിലൊക്കെ ഉള്ള ഈ ബ്രാസ് നോബ്സ് ഒക്കെ കൊടുത്ത് ഇത് നല്ല ഭംഗിയാക്കി സെറ്റ് ചെയ്തിരിക്കുകയാണ്. 200ഓളം ഡിസൈൻസ് നമ്മൾ പൂജയ്ക്ക് ചെയ്യുന്നുണ്ട്. അതായത് കണ്ടമാനം കയ്യും കണക്കും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഡിസൈൻസ് 200 ഡിസൈൻസ് നമ്മൾ പൂജയ്ക്ക് തന്നെയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ? ഇത് വന്നിട്ട് ഇപ്പോൾ ഒരു 75,000 മുതൽ പൂജ ഡോർസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി വരുന്നത് ഇതിപ്പോൾ നമ്മളൊരു പ്രീമിയം സെഗ്മെൻറ്റിൽ വുഡ് മാത്രമാണ് പറഞ്ഞത്. ഇനി അത് കൂടാതെ നമുക്ക് അതായത് ഒരു വീട്ടിൽ എല്ലാ ഡോറുകളും വുഡൻ ഡോറുകൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബഡ്ജറ്റ് കൊണ്ട് ഒതുങ്ങിയൊന്നും പറ്റത്തില്ല. അതെ, എത്ര പൈസയുള്ള ആളാണെങ്കിലും ശരി അതിനകത്തൊരു ബഡ്ജറ്റിങ് അവർ ശ്രമിക്കും. അതെ, അത് തീർച്ചയായിട്ടും വേണം തന്നെ. അങ്ങനെ വരുമ്പോൾ അങ്ങനെ കൊടുക്കാനായിട്ടുള്ള ഇന്റീരിയർ ഡോസും നമുക്ക് അവൈലബിൾ ആണ്. എക്കണോമിക്കൽ ഡോസ് നമ്മുടെ കയ്യിലുണ്ട്. അതും നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതൊക്കെ നമ്മൾക്ക് സ്കിന്നാണ്, സ്കിൻ ടൈപ്പ് ഡോസ്. ഇപ്പോൾ ഇത് വന്നിട്ട് ഇതിൻ്റെ ഈ എഡ്ജസിലൊക്കെ എന്ന് വെച്ചാൽ 4 സൈഡഡ് ഫ്രെയിം മൊത്തം പൈനാണ്. 4 ഇഞ്ച് ബോർഡർ കൊടുത്തിട്ട് പൈൻ ചെയ്തിട്ടുള്ള ഈ സെൻട്രൽ കോർ കംപ്ലീറ്റ് പാർട്ടിക്കിൾ ബോർഡ് ആയിരിക്കും. ഇത് സൈഡ് സ്കിന്ന്. ഇത് വന്നിട്ട് വിനീറാണ്. ഈ സർഫസ് വന്നിട്ട് വിനീറാണ്. ഇതിൻ്റെ അകത്ത് 5 ഇഞ്ച് ബോർഡറിൽ ഫ്രെയിം വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പാർട്ടിക്കിൾ ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് ഒരു ടീക്കുഡ് ക്ലാഡിങ്, ടീക്കുഡാണിത്. എന്താ ക്ലാഡ് ചെയ്തിരിക്കുന്നത്? ടീക്കുഡ്. അതെ. ഇതിന് നമ്മൾ 10 years ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ്. അതെ. അടുത്തത് ഇത് ഹാർഡ് വുഡും ഹൈ ഡെൻസിറ്റി ഫൈബറും കൂടെ ക്ലബ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഇത് ഈ ബോർഡർ 4 inches ഉണ്ട്. ഇത് ഹാർഡ് വുഡ് ആയിരിക്കും. ഈ സെൻട്രൽ പാർട്ട് ഹാർഡ് വുഡ് എന്ന് പറയുമ്പോൾ മഹാഗണിയാണല്ലേ, കേരള മഹാഗണി. പിന്നെ ഇതിൻ്റെ ഈ ഒരു സർഫസ് എന്ന് പറഞ്ഞിട്ട് ഇത് ഹൈ ഡെൻസിറ്റി ഫൈബറാണ്, HDF അല്ലേ? HDF. ഇതിന് നമ്മൾ 10 years ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഫ്ലാറ്റിലൊക്കെ മെയിൻ ഡോർ ആയിട്ട് കൺഫേം ആയിട്ട് കൊടുക്കാം. തീർച്ചയായിട്ടും. വാട്ടർ ഏരിയയിലല്ലാതെ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതെ. അടുത്തത് വരുമ്പോൾ അതൊരു വേറെ. ഇത് വന്നിട്ട് ഇത് സ്കിന്നാണ്. ഇതിന് ഈ പറയുന്ന പോലെ 4 inches ബോർഡർ പൈനിൽ ചെയ്ത് സ്കിന്നാണ്. പക്ഷെ ഇത് നല്ല സ്ട്രോങ് ഡോറാണ്. വിനീർ ചെയ്തേക്കാണോ? ഇത് വന്നിട്ട് അല്ല, സ്കിന്ന് തന്നെ പെയിന്റ് ചെയ്യാം നമ്മൾക്ക്. അടുത്ത ഇത് കുറച്ച് മുന്നേ നമ്മൾ കണ്ട മെയിൻ ഡോറിന്റെ ഒരു സിമിലാരിറ്റി, ഇതും സ്കിന്ന് തന്നെയാണ്. ഇത് വന്നിട്ട് ഒരു 18,000 ഈ ഒരു ഇതിന്. ഈ ഒരു ഡോറിനല്ലേ? ഇത് സ്കിന്നല്ല, ഇത് ഹൈ ഡെൻസിറ്റി ഫൈബറും ബുഷ് മഹോഗണിയും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഹാർഡ് വുഡും HDFും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ റോസ് വുഡ് പക്ക റോസ് വുഡ് ഫിനിഷ് ആട്ടോ. ഇതൊക്കെ ഒരു 18 to 20 ബഡ്ജറ്റിൽ വരുന്നതാണല്ലേ? ഇവിടെ എത്ര സ്റ്റാഫാണുള്ളത് മാഡം തന്നെ? ഇവിടെ എന്നെ കൂടാതെ എൻ്റെ അസിസ്റ്റന്റ് മിസ്റ്റർ പോളിനോട് ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. അപ്പോൾ ഇവിടെ ആദ്യം തൊട്ടുണ്ട്. അപ്പോൾ പിന്നെ അല്ലാതെ നമ്മുടെ സഹായികളും ഉള്ളൂ അല്ലേ? മാഡം, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞാട്ടെ. എന്നാ സ്റ്റാർട്ട് ചെയ്തത്? ഇത് 1969 തുടങ്ങിയതാണ്. അതായത് ഏകദേശം 50-52 വർഷമായി. അതെ. ഓക്കെ. ആര് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡേവിസ് തോമസ് സാറാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ഇപ്പം അദ്ദേഹത്തിൻ്റെ മകൻ മിസ്റ്റർ ജോർജ് തോമസ് ആണ് കറണ്ട് MD. ഓക്കെ. അപ്പോൾ ഫാക്ടറി വന്നിട്ട് മാമല, ഇവിടെ നിന്ന് ഒരു 20 kilometers ഡിസ്റ്റൻസ് ഉള്ളൂ. ഇത് കേരളത്തിൽ തന്നെ ഉള്ളൊരു ഫാക്ടറി ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതെ. ഈ ഫാക്ടറി നമ്മൾ പറഞ്ഞു. ഷോറൂംസ് എവിടെയൊക്കെ? ഇപ്പോൾ കൊച്ചിയിലല്ലാതെ നമ്മൾക്ക് കൊച്ചിൻ, ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ അല്ലേ? ഈ 4 സ്ഥലങ്ങളിലാണ് നമുക്കിപ്പോൾ ഷോറൂംസ് ഉള്ളത്. അതെ. ഇപ്പോൾ ഇത്രയും ഷോറൂംസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി വേണ്ടത് നിങ്ങളുടെ സർവീസാണ്. അതായത് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരിൽ പലപ്പോഴും നമ്മുടെ ആൾക്കാർ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളുണ്ട്, ഔട്ട്സൈഡ് കേരളയുണ്ട്, ചിലപ്പം ഇന്ത്യക്ക് പുറത്തും വരാറുണ്ട്. ആ ഒരു സാധനോടൊന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾക്ക് എവിടെ വേണമെങ്കിലും ഡോർസ് എത്തിച്ചു കൊടുക്കാം. അതായത് കേരളത്തിനകത്ത് എവിടെയാണെങ്കിലും കൊടുക്കാം. കേരളത്തിനകത്തും പുറത്തും ലോകത്തിന്റെ ഏത് മൂലയിലും എക്സ്പോർട്ട് നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അത്രയും കേപ്പബിൾ ആണ്. വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സീസണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ക്ലൈമറ്റിനെയും വിത്ത്സ്റ്റാൻഡ് ചെയ്യും.
ഈവൻ മൈനസിലും സിവിയർ ഹോട്ടാണെങ്കിലും ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ചുരുങ്ങുക, ചീർക്കുക, അടയാൻ പ്രശ്നം, അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം എവിടെ വേണമെങ്കിലും നമ്മൾക്ക് ഈ ഡോസ് ധൈര്യമായിട്ട് ഉപയോഗിക്കാനും പറ്റും. എപ്പോഴും നമ്മൾ കൺസൾട്ടിങ്ങിൻ്റെ സമയത്ത് പറയുന്ന ഒരു പ്രധാന സംഗതിയാണ് ഒന്ന് ചെതലിൻ്റെ ഇഷ്യൂ. ഇവരുടെ സീസണിങ്ങിൽ അത് കൃത്യമായിട്ട് അവർ ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ മാഡം പറഞ്ഞു കഴിഞ്ഞു, തണുപ്പ് ചൂട് വരുമ്പോഴത്തേക്കും ഉള്ള കോൺട്രാക്ഷൻ അതിനെയൊക്കെ വിസ്റ്റാൻഡ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റ് കൂടിയാണ്. പ്രൊഡക്റ്റ് ഏത് വേണേൽ എടുക്കാം, പക്ഷേ ക്വാളിറ്റി മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാം അല്ലേ? അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് സാധനം എടുക്കുക. ഐറ്റംസ് ഉദ്ദേശിക്കുന്ന ആൾക്കാർ ധൈര്യമായിട്ട് വന്നോളൂ. അപ്പോൾ മാഡം ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന് നിങ്ങളൊരു, ഇപ്പം ഞാൻ വുഡിൻ്റെ ഒരു ഷോറൂം ഇതുവരെ ചെയ്തിട്ടില്ല. വുഡൻ ഡോറുണ്ട് കേട്ടോ, സോറി വുഡിൻ്റെ അല്ല, വുഡൻ ഡോറിൻ്റെ ഒരു ഷോറൂം ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്കതിൽ വളരെ സന്തോഷം. തീർച്ചയായും. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എപ്പോഴും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇനിയും മികച്ച വീഡിയോസ് വരും. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, പ്രധാനമായിട്ടും കമൻറ്റുകൾ ഇടുക. മറ്റൊരു മികച്ച വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്റീരിയർ.